ഹായ് പീപ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ നടക്കാൻ പോയിരുന്നു. അപ്പോൾ കണ്ട കുറേ ബ്യൂട്ടിഫുൾ വ്യൂസാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ നടക്കാൻ പോയപ്പോൾ രാവിലെ കുറേ കുഞ്ഞുകുട്ടികൾ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഞാനതങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ട്രിവാൻഡ്രം എത്തിയപ്പോഴാണ് സ്കേറ്റിംഗ് കുട്ടികൾ പരിശീലിക്കുന്നത് കണ്ടിരുന്നത്. ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഇതെൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. കുറേ മരങ്ങളൊക്കെ നിന്ന് നല്ല തണൽ തരുന്നൊരു സ്പോട്ടാണ് കേട്ടോ. അവിടെ ഒരു ചേട്ടൻ കരിക്ക് വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ കരിക്കൊക്കെ കുടിച്ച് നേരെ ഫ്ലാറ്റിലെത്തി എൻ്റെ ചിയാ സീഡ് വാട്ടർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കേർഡാണ് എടുത്തത്. തൈര്, അതിനെയാണ് ഞാൻ കേർഡ്, യോഗേർട്ട് എന്നൊക്കെ പറയുന്നത് അല്ലേ. സോ ആഫ്റ്റർ ദാറ്റ് ആക്ച്വലി ഞാൻ പാൽ ഐറ്റംസ് ഒന്നും കഴിക്കില്ല, എക്സെപ്റ്റ് മിൽക്ക് ഷേക്സ്, പായസം, അതൊക്കെ കഴിക്കാറുള്ളൂ. അപ്പം ഞാൻ കേർഡ് കഴിക്കും, കാരണം പാല് കഴിക്കാത്തതുകൊണ്ട് തന്നെ കുറേ ഡെഫിഷ്യൻസീസ് എന്നിലുണ്ട്. സോ ഐ യൂസ്ഡ് ടു ഈറ്റ് ദിസ് കേർഡ് വൺസ് ഇൻ എ വൈലൊക്കെ കഴിക്കാറുണ്ട്. സോ ടുഡേ ഐ എം ഗോയിങ് ബാക്ക് ടു മൈ ഹോം. സോ അതുകൊണ്ട് തന്നെ ഒരു കൊട്ട തുണി എനിക്ക് കഴുകാനുണ്ടായിരുന്നു, ഒരു ആഴ്ചത്തെ. ഇനി ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ഓഫീസിലിടാനും വീട്ടിലിടാനും എനിക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഞാനിപ്പം നനച്ചിട്ടേ പറ്റൂ എന്നൊരു ബോധ്യം എനിക്ക് വന്നതുകൊണ്ട് ഞാനിന്ന് വാഷിംഗ് മെഷീനിലാണ് അലക്കണത്. കൈ കൊണ്ട് അലക്കലൊന്നും തീരില്ല. അതുപോലെ തന്നെ അന്ന് എനിക്ക് ഓഫീസിലും പോകണം, അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കേണ്ടി വരും എന്നൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ വാഷിംഗ് മെഷീൻ ചൂസ് ചെയ്തത്. സോ ഞാൻ അങ്ങനെ വാഷിംഗ് മെഷീനിലേക്ക് എൻ്റെ ക്ലോത്ത്സ് എല്ലാം ഇടാണ്. അന്നന്ന് ഇടണ തുണി അന്നന്ന് നനച്ചിടണം എന്ന് എൻ്റെ അമ്മ പറയാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഓഫീസിൽ പോയി വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ച് മടിയായിരിക്കും, പിന്നെ അലക്കാന്നുള്ള കാര്യമൊന്നും ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ ഇട്ട സാധനം ഞാൻ അതേപോലെ കൊട്ടയിലോട്ടിടും. അങ്ങനെ ആഴ്ച ഒരിക്കൽ അലക്കും. തിരിച്ച് റൂമിലെത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. ആക്ച്വലി എൻ്റെ ഈ ഡ്രോയർ സെറ്റ് ഉണ്ടല്ലോ, ഞങ്ങളുടെ റൂമിലേക്ക് നല്ലതുപോലെ പൊടി അടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും ഈ പൊടിയാവും. എനിക്ക് പൊടി ഒട്ടും പറ്റില്ല. സോ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ക്ലീൻ ആക്കാൻ ശ്രമിക്കാറുണ്ട്. സോ ഞാനത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ഞാൻ കൂടുതലും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടോപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അതിലൊക്കെ കുറേ പൊടി ഇരിക്കാറുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഓഫീസിൽ നമുക്കൊരു മാരത്തോൺ ഉണ്ട്. മാരത്തോൺ എന്ന് പറയാൻ തോന്നുന്നു അല്ലേ. ഒരു 2.5 കിലോമീറ്റേഴ്സ് ഉണ്ടായുള്ളൂ. എനിവേ, എനിക്ക് അങ്ങനെയുള്ള സംഭവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം പക്ഷെ ഒരു കാര്യം എന്താ സംഭവിച്ചു, 9:45 10 മണി ആ നട്ടുച്ച വെയിൽ, 10 മണിക്കും അമ്മാതിരി വെയിലായിരുന്നു. ആ വെയിലത്താണ് ഞങ്ങൾ ഓടിയത്. അതിൻ്റെ സൺടാൻ അടിച്ച് വേറെ ഭാഗത്തുണ്ട്. അതിന് ഞാൻ കളയണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തായാലും പോയാലേ പറ്റൂലേ. ഇതൊക്കെ ഒരു ചലഞ്ചല്ലേ. കുറേയൊക്കെ ഓടി, പക്ഷേ ക്ഷീണിച്ചു കേട്ടോ. എങ്കിലും വിട്ടുകൊടുത്തില്ല, കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സംഭവം. ഇന്ന് ഞാൻ ഓട്സ് ഉപ്മാവാണ് ഉണ്ടാക്കിയത് കേട്ടോ. സിമ്പിൾ, ഈസി ആൻഡ് ഹെൽത്തി ഉപ്മാവാണ്. ഒന്നുമില്ല, കുറച്ച് നെയ്യ് എടുക്കുക, അതിലേക്ക് ആദ്യം നമ്മൾ ഓട്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റവ ഉപ്മാവ് പോലെ വെള്ളം ഒഴിച്ച് നമുക്ക് ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കിയാൽ അത് പായസം പോലെ ആകും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വറുത്ത ഓട്സ് നമ്മളൊന്ന് മാറ്റി വയ്ക്കും. എന്നിട്ട് അതേ പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു സവോളയുടെ ഹാഫാണ് ഞാൻ എടുക്കാറ്. അത് ജസ്റ്റ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ യൂസ് ചെയ്യും. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആണ് കേട്ടോ. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്, എനിക്കറിയില്ല. എനിക്ക് എളുപ്പം ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തോന്നിയത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പം നമ്മുടെ പാൻ ചൂടാവുന്ന ടൈമിൽ ഞാൻ അപ്പുറത്ത് ഓണിയൻ കട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഷോർട്ട്സ് എടുത്തില്ല. അതിനുശേഷം ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടൻ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിന് മുമ്പ് ഒലിവ് ഓയിലാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറ്. പക്ഷെ അതിൻ്റെ റേറ്റ് ഇത്തിരി കൂടുതലായതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയിൽ വെച്ച് അഡ്ജസ്റ്റ് ആക്കുന്നു. അത് കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ കടുകിട്ടു. ഓ മൈ ഗോഡ്, ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഈ കുപ്പി എടുത്ത് വെച്ചെന്നുള്ള കാര്യം ശ്രദ്ധിച്ചില്ല കേട്ടോ. ക്ഷമിക്കുക എല്ലാവരും. ക്യാമറയുടെ കറക്റ്റ് സെൻട്രൽ പോർഷനിൽ കൊണ്ടുവന്ന് ഞാൻ ആ കുപ്പി വെച്ചിട്ടുണ്ട്. മനസ്സിലായപ്പോൾ എടുത്ത് മാറ്റിട്ടോ. അപ്പോൾ കടുക് പൊട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കുഞ്ഞതായിട്ട് എഴുതിയിട്ടുള്ള എന്തൊക്കെ ഈ പറയണേ, കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളയും കൂടെ അതിലേക്ക് ഇടുക. കണ്ടോ, ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർക്കാം കേട്ടോ.
മാഗി മസാല ഉണ്ടല്ലേ ഉണ്ടാവില്ലേ, അതിട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിലും ഞാൻ ഒരു പ്രാവശ്യം വേറൊരു സംഭവം ഉണ്ടാക്കിയപ്പോൾ അതിൽ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പം ഞാനിവിടെ നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടി, ഇത്തിരി എരിവ് വേണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്, കാരണം പച്ചമുളക് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഒരു നുള്ള് മുളക് പൊടിയും ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ആ ഒരു പച്ചമണം പൊടിയുടെ മാറണമല്ലോ, എനിക്ക് പച്ചമണം ഇഷ്ടമല്ല, ഒരു പച്ച ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളത് കൊണ്ട് പെട്ടെന്നാകും. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുമല്ലോ, ആ ഒരു ടൈമിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നല്ലതുപോലെ സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്ന കേസ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗായ്സ്, ശ്രദ്ധിക്കേണ്ടത്. ബിക്കോസ് ശ്രദ്ധിച്ചും കണ്ടും ചെയ്തില്ലെങ്കിൽ ഇത് പായസമായി പോകും. അതാണ് ഓട്സ് ഉപ്പുമാവെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. നമ്മളല്ലാതെ ഉപ്പിൻ്റെ ഒരു പൗഡർ ആ ഫോം ചേർക്കുകയാണെങ്കിൽ ഉപ്പ് എല്ലായിടവും പിടിക്കില്ല. സോ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് ഡിസോൾവ് ആക്കിയിട്ട് ആ ഒരു സൊല്യൂഷൻ പോലെ ആക്കിയിട്ട് അതിനെ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതർവൈസ് നമ്മുടെ ഉപ്പ് എല്ലായിടവും പിടിക്കത്തുമില്ല, നമുക്കിത് മനസ്സിലാവില്ല ഇതിൽ ഉപ്പുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉപ്പ് ഇല്ലാതെ നമുക്ക് തോന്നും, പക്ഷെ അത് വേറെ സൈഡിലെടുക്കുമ്പോൾ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഡിസോൾവ് ചെയ്തിട്ട് ജസ്റ്റ് കൈകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അവിടെയും സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ. കൂടിപ്പോയാൽ നമുക്ക് പിന്നെ നമ്മൾ എക്സ്ട്രാ ഓട്സ് എടുത്ത് ചൂടാക്കി ഇതേപോലെ ചെയ്യേണ്ടി വരും, ഇരട്ടിപ്പണിയാവും. അതിലും ഭേദം നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യാം. കുക്കിംഗ് ഇസ് എ സ്കിൽ, റൈറ്റ്? സോ ഇങ്ങനെ ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, കാരണം എല്ലാ ഭാഗത്തും ഈ ഒരു ഉപ്പ് പിടിക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇടുക. ഇനി ഇതിലേക്ക് ഇത് നമുക്ക് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഡ്രൈ ആയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അത് കൈ വെച്ച് തൂക്കിയിട്ട് നമ്മുടെ ആവശ്യാനുസരണം വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് ഇളക്കി സെറ്റാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഞാൻ വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് സൂക്ഷിച്ചും കണ്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. അങ്ങനെ അതിനെ ഞാൻ എൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സോ ഇന്ന് ഉച്ചക്കത്തേക്ക് എനിക്ക് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതാ എൻ്റെ 2 ലിറ്റർ ബോട്ടിൽ. നോട്ടീസ് ചെയ്തോ ഗായ്സ്, ഇതെനിക്കിന്ന് കുടിച്ചു തീർക്കാനുള്ള വെള്ളമാണ്. സോ ഞാൻ പറഞ്ഞല്ലേ, ഈ ഒരു ഉപ്മാവ് നമ്മുടെ അടിയിൽ പറ്റിയിരിക്കും. സോ നമ്മൾ അതും കൂടി ഇളക്കണം, കാരണം നല്ലൊരു എമൗണ്ട് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, സോ അപ്പം ഞാനിങ്ങനെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി. ഇനി എനിക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അതേപോലെ യൂസ് ചെയ്ത സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് കബോർഡിൽ വെക്കണം. അപ്പം തന്നെ വെച്ചില്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ ചെയ്യാനുള്ളത് അപ്പോൾ തന്നെ ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത കാര്യത്തിലേക്ക് പോകാറുള്ളൂ കേട്ടോ. ഞാൻ എടുത്ത ഓയിലും മസ്റ്റാർഡ് സീഡ്സിൻ്റെ ആ ഒരു ടിന്നും അതെല്ലാം തിരിച്ച് കബോർഡിലാക്കി ക്ലോസ് ചെയ്തു. പിന്നെ എനിക്ക് പാത്രം കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ കഴുകാമെന്ന് വിചാരിച്ചു. ഇനി എന്നിട്ട് വേണം എനിക്ക് റെഡി ആയിട്ട് ഓഫീസിൽ പോകാൻ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നല്ലോ നമുക്കൊരു മാരത്തോൺ പോലൊരു സംഭവം ഉണ്ടെന്ന്. സോ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എല്ലാ പാത്രവും നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. വെയിറ്റ്, നിങ്ങൾ ആരൊക്കെയുണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ കഴുകി വെക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഓക്കെ, ഹായ് ഗായ്സ്. അങ്ങനെ ഗായ്സ്, നമ്മൾ ഓഫീസിലെത്തി. ഈ ഒരു വൈറ്റ് ടീഷർട്ടും വൈറ്റ് ക്യാപ്പും നമുക്ക് ഓഫീസിൽ നിന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് ഫ്രീ ആയിട്ട് തന്നെ ഫ്രീ ബീസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പോകുന്നു വിമാനം. ഇപ്പോഴും ഈ പ്രായത്തിലും വിമാനം പോകുമ്പോൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതാണോ നിങ്ങൾ? നമ്മളെ എല്ലാം റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓടി ജയിച്ചാൽ മതി എന്നുള്ള ഭയങ്കര കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെയൊക്കെ നിന്നു. ആൻഡ് നമ്മൾ ഓടാൻ പോകാൻ റെഡി ആയിട്ടൊക്കെയാണ്. അങ്ങനെ ഫ്ലാഗ് ഓഫ് ചെയ്തു, ഓടാൻ തുടങ്ങി. ഓടുന്നതിൻ്റെ ഇടയ്ക്കെടുത്ത ഷോട്ടാണ് കേട്ടോ ഇത്. ആദ്യം നല്ലതുപോലെ ആവേശത്തിൽ ഓടിയെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ക്ഷീണിച്ച അവശയായി. ഏകദേശം 2.5 കിലോമീറ്റേഴ്സ് ഉണ്ട്, എങ്കിലും അത് കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഓടി തിരിച്ചു വന്നപ്പോൾ നമുക്ക് ക്രോസൻറ്റും പിന്നെ അതേപോലെ ഒരു ട്രോപ്പിക്കാനോട് ജ്യൂസും കിട്ടിയിരുന്നു. അങ്ങനെ വുമൻ സെഷനിൽ നിന്ന് ഓഫ് കോഴ്സ് ജനറ്റേജിക്കാണ് ഫസ്റ്റ് പ്രൈസ്, ചാമ്പ്യൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. മെൻ സെഷനും ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ എടുത്തില്ല, എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി ഗൈസ്, സോറി.
അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ലക്കി ഡ്രോ ഉണ്ടേ, അതിന് ആൽബിൻ ചേച്ചിക്കാണ് പ്രൈസ് കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഓഫീസിൽ പോയി കുറച്ച് നേരം പണിയെടുത്തിട്ട് എനിക്ക് പിന്നെ ഞാൻ ഇന്ന് നാട്ടിൽ പോകുമെന്ന് പറഞ്ഞല്ലേ, അങ്ങനെ നേരെ നാട്ടിലേക്ക് വന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ കരിഞ്ഞു പോയി ഗൈസ്. പിന്നെ നല്ല തിരക്കായിരുന്നു, ട്രെയിൻ ഫുള്ളായിരുന്നു, കൊല്ലം വരെയൊക്കെ നിന്നു. അത് കഴിഞ്ഞ് കണ്ടു ഭയങ്കര വെയിലായി. പിന്നെ എനിക്കൊരു ഓർഡർ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ ബ്രദർ വന്നു ആൻഡ് കാറിനുള്ളിൽ ഇരുന്നിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. കാരണം അതിൽ വെക്കാനുള്ള പ്രോഡക്റ്റ് ആക്ച്വലി എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. ഏഷ്യയിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു എനിക്കിത് ഡെലിവർ ചെയ്യേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ നല്ലതുപോലെ ടയർഡായി. ആക്ച്വലി ഉച്ചക്കലത്തെ ഫുഡും കഴിക്കാതാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗിഫ്റ്റ് ബോക്സ്. അപ്പോൾ ഇതുവരെ എനിക്കൊരു ബിസിനസ് കൂടിയുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. നമ്മൾ അങ്ങനെ നമ്മുടെ ഓർഡർ ഡെലിവറി ചെയ്തു ഗൈസ് വിത്ത് മൈ ബ്രദർ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. വീട്ടിലെത്തിയില്ല, ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? യെസ്, എൻ്റെ പേജിൻ്റെ പേര് ബ്ലിസ് ബി ബൈ ഭാവന എന്നാണ്. ഫോളോ ചെയ്യാത്തവർ പോയി ഫോളോ ചെയ്യുക. ഗിഫ്റ്റ്സും ഫ്രെയിംസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ MSM കോളേജ് എന്ന് പറയുന്നത്, കായംകുളത്തെ വൺ ഓഫ് ദ ഫേമസ് കോളേജസ് ആണ്. ഐ ഗസ് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. സോ ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതാണ് കായംകുളം കമ്പോളം. നമുക്ക് സാധനങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടുന്നൊരു പ്രദേശമാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലെല്ലാം കുഞ്ഞു കുഞ്ഞു റോഡ്സ് ഉണ്ടാവും. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് കണ്ടോ ആൾക്കാർ പെട്ടെന്നായിരിക്കും ചാടിക്കയറി വരുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു അറ്റാക്ക് പോലെ ആയിരിക്കും എവിടെ നിന്നെങ്കിലുമൊക്കെ ആൾക്കാർ കയറി വരിക. അപ്പോൾ ഇതാണ് ഒരു കമ്പോളം പ്രദേശമാണ്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. സോ അത് കഴിഞ്ഞ് വരുമ്പം ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, പച്ചക്കറിയും ബാഗ്സും ഷൂസ് അങ്ങനെ കുറേ കടകളുണ്ട്. ഒരു കമ്പോളം ഏരിയ ആണ്. സോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും ഈ ഒരു പ്രദേശം. പിന്നെ അപ്പുറത്ത് വേറെ സൈഡുണ്ട്, കുറേ റോഡ്സ് ഉണ്ട്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാ ഒരു പാലം കണ്ടപ്പോൾ എന്നെ അനിയൻ പറഞ്ഞത് കായലെന്ന്. എവിടെ നിന്ന്? അതൊരു തോടാണ് ഗൈസ്. എന്നെ പറ്റിക്കാൻ നോക്കിയതാണ്, ആക്ച്വലി അതൊരു തോടായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. എനിക്ക് പിന്നെ കുറച്ചുകൂടെ വർക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കുറേ വർക്കൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ എനിക്ക് യൂട്യൂബിൽ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി നല്ല ടയേർഡ് ആയതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചു, പിന്നെ കുളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നല്ലതുപോലെ ഫ്രഷ് ആൻഡ് കാം ആൻഡ് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ ബൈ.